അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പ്രോ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കലാണ്. അപ്പോൾ ആ ഒരു മുൻകരുതൽ, ആ ഒരു ജാഗ്രത, അതാണ് പ്രോ ആക്ടിവിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര വൈകിക്കുന്നോ അത്രയും പ്രയാസപ്പെടേണ്ടി വരുമെന്നുള്ളത് രസകരമായിട്ടുള്ളൊരു ജാപ്പാനി പ്രോവർബിൽ അവർ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന ബസ് അല്ലെങ്കിൽ ട്രെയിൻ അത് റോങ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത സ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ എത്ര നേരം അതിലിരിക്കുന്നു അത്രയും നിങ്ങളുടെ റിട്ടേൺ ട്രിപ്പ്, നിങ്ങളുടെ മടക്കയാത്രയുടെ ടിക്കറ്റിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലോക പ്രശസ്തമായി തീർന്ന ഒരു ഗ്രന്ഥം, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളിൽ ഒന്ന് എന്നുള്ള ഖ്യാതിയെല്ലാം ലഭിച്ച 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, വിജയികളായി തീർന്ന ആളുകളുടെ 7 സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം 40 മില്യൺ കോപ്പികൾ വിറ്റഴിച്ച് 40ഓളം ഭാഷയിലേക്ക്, മലയാളത്തിലേക്ക് അടക്കം വിവർത്തനം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥം. അതിൽ വിജയികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ട 7 സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഈ പ്രോ ആക്ടിവിറ്റിയാണ്. ഇത്രയേറെ ലോകം വാഴ്ത്തപ്പെട്ട അല്ലെങ്കിൽ ലോകത്ത് സ്വീകാര്യത ലഭിച്ച ആ ഒരു സ്വഭാവ ഗുണത്തെ സംബന്ധിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ സംബന്ധിച്ച് ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമൽ അഖ്ലാഖ്, ആ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള പ്രവാചകൻ ഈ ഒരു വിഷയത്തിൽ നൽകിയ അധ്യാപനങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരം ഗ്രന്ഥങ്ങളിലെല്ലാം അത്യധികം അത്ഭുതം കൂറുന്ന സമയത്ത് കയ്യിലുള്ള ഗ്രന്ഥത്തിൻ്റെ വില അറിയാതെ പോവാണ്, അധ്യാപനങ്ങളുടെ വില അറിയാതെ പോവാണ്. യഥാർത്ഥത്തിൽ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ദീൻ എന്നുള്ളത് മൊത്തം ഈ ഒരു ക്വാളിറ്റിയാണ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നന്മയുടെ കാര്യത്തിൽ ധൃതിപ്പെട്ട് മുന്നേറാനുള്ള കൽപ്പനകളാണ്. പരിശുദ്ധ ഖുർആനിലുടനീളം ഉപയോഗിച്ച പദങ്ങൾ മാത്രം പരിശോധിക്കുന്ന സമയത്ത് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അതല്ലെങ്കിൽ ഫഫിറു ഇലല്ലാഹ്, അതല്ലെങ്കിൽ വസ്തബിഖുൽ ഖൈറാത്ത്, എല്ലാം ആ ധൃതിയെ അല്ലെങ്കിൽ അതിനെ കുറിക്കുന്ന പദങ്ങളാണ്. അതേപോലെ തന്നെ വീണ്ടും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദിൻ്റെ 10-ാമത്തെ വചനത്തിൽ അതിൽ മുൻഗണന ആളുകളെ സംബന്ധിച്ച് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബലിൽ ഫത്ഹി വഖാതൽ, അള്ളാഹു പറയുന്നുണ്ട്. അതായത് മക്കാ വിജയത്തിന് മുമ്പ് ചെലവഴിച്ച ആളുകളും പിന്നീട് ചെലവഴിച്ച ആളുകൾ രണ്ടും ഈക്വൽ അല്ല. അതിൽ ആദ്യം ചെലവഴിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ മുൻഗണന ആളുകൾക്ക് ഉലൈക അഅ്ലമു ദറജതൻ, അവർക്ക് വമ്പിച്ച പദവി ഉണ്ടെന്ന് അള്ളാഹു പറയാണ്. അപ്പം അത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നിസ്സാരമായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു ഉറുമ്പ് നിസ്സാരക്കാരനല്ല. നമ്മൾ നേരത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ആ ഉറുമ്പ് അതിൻ്റെ അനുയായികൾക്ക് നൽകിയ ഒരു ആശയവിനിമയം, അതിൻ്റെ സംസാരം അള്ളാഹു കോട്ട് ചെയ്യുന്നുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല, മറിച്ച് അതിൽ മനുഷ്യർക്ക് നിരവധി പാഠങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതിലുള്ള ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ക്വാളിറ്റി, അതാണ് ആ ഉറുമ്പ് അവിടെ പ്രതിഫലിപ്പിക്കുന്നത്. സൂറത്തു നംലിൻ്റെ 17-ാമത്തെ വചനത്തിൽ വഹുഷിറ സുലൈമാന ജുനൂദുഹു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സൈന്യത്തെ എല്ലാം ഒരുക്കി. ആ സൈന്യം അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ആ ഉറുമ്പ് അനുയായികളെ വിളിച്ച് യാ അയ്യുഹൻ നംലു ദുഖുലു മസാക്കിനക്കും, നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ വീട്ടിലേക്ക്, ആ മാളത്തിലേക്ക് പ്രവേശിക്കുക, അനുയായികളോട് പറയാണ്. അപ്പം അവരിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് മുൻകൂട്ടി അനുയായികളിലേക്ക് സൂചന നൽകുന്ന ഉറുമ്പിൻ്റെ സംസാരം ഖുർആൻ കോട്ട് ചെയ്യാണ്. അതും ഈ ഒരു ക്വാളിറ്റിയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, ഹദീസുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്തും പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്, റസൂലുള്ളാഹി പറഞ്ഞു ബൂരിക്കൽ ഉമ്മത്തി ഫി ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് ആ പ്രഭാത സമയം, ആ പ്രഭാതത്തിലുള്ള ആദ്യത്തെ സമയം അതിൽ ബർക്കത്ത് ചെയ്യപ്പെട്ടിരിക്കുന്ന, അനുഗ്രഹം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നേരത്തെ പ്രഭാതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ചെയ്യാൻ സാധിക്കും. അതാണ് ആ ബർക്കത്ത് എന്നുള്ളത്. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫ്രേസ് തന്നെ പറയാറുണ്ട്, ഏർലി ബേർഡ് ക്യാച്ചസ് ദ വോം. ഉദ്ദേശിക്കുന്നത് ആദ്യം ശ്രമിക്കുന്ന ആളുകൾക്കാണ് ആദ്യം കിട്ടുക, അതല്ലെങ്കിൽ വൈകി എത്തിയാൽ ആ അവസരം മറ്റൊരാൾക്ക് കിട്ടും എന്നുള്ളത്. അതേ സങ്കല്പമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അധ്യാപനത്തിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, ഈ ഒരു ഹദീസ് മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം ഈ വിഷയത്തിൽ ധാരാളമാണ്. ഹാക്കിമും ബൈഹഖി എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഗ്തനിം ഖംസൻ ഖബല ഖംസ്, ഈ 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ ഉപയോഗിക്കുക, അത് വരാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് ശബാബക ഖബല ഹറമിക്ക, നിങ്ങളുടെ ആ വാർദ്ധക്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വം നിങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് സിഹത്തക ഖബല സഖമിക്ക, ആ രോഗം വന്നെത്തുന്നതിന് മുമ്പായിട്ട് ആരോഗ്യത്തെ നീ വിനിയോഗിക്കുക. മൂന്നാമതായിട്ട് ഫറാഗക ഖബല ശുഗ്ലിക്, നിന്നിലേക്ക് തിരക്ക് വന്നെത്തുന്നതിന് മുമ്പായിട്ട് ആ ഒഴിവ് സമയത്ത് നീ ഉപയോഗിക്കുക. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, അധിക ആളുകളും പാഴാക്കി കളയുന്ന 2 വലിയ അനുഗ്രഹങ്ങൾ സിഹത്ത് വൽ ഫറാ, ഒഴിവ് സമയവും അതേപോലെ തന്നെ ആരോഗ്യവും.
അത് രണ്ടും ഒരുമിച്ച് കിട്ടൽ അപൂർവമാണ്. ചില സമയത്ത് രോഗിയാകുന്ന സമയത്ത് ഒഴിവ് സമയം ധാരാളം ഉണ്ടാകും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. നാലാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഖിനാക ഖബല ഫഖരിക്, നിന്റെലേക്ക് ആ ദാരിദ്ര്യം വന്നെത്തുന്നതിന് മുമ്പ് ആ സമ്പന്നതയെ നീ ഉപയോഗിക്കുക. അവസാനമായിട്ട് മൊത്തം കൺക്ലൂഡ് ചെയ്ത് ഹയാത്തക ഖബല മൗത്തിക്, നിന്റെലേക്ക് ആ മരണം, എല്ലാത്തിനെയും മുറിച്ച് കളയുന്ന ആ മരണം നിന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ജീവിതത്തെ നീ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിലപ്പുറം എന്താണ് പറയാനുള്ളത്? മൊത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കവർ ചെയ്യാണ്. അതേപോലെ തന്നെ തുടക്കത്തിൽ ആ നന്മയിലേക്ക് ധൃതിപ്പെട്ട് മുന്നേറാനുള്ള ഖുർആന്റെ കൽപ്പനകളെ സംബന്ധിച്ച് പറഞ്ഞു. ഇവിടെ ചേർത്ത് വായിക്കേണ്ട റസൂലുള്ളാഹിന്റെ മനോഹരമായിട്ടുള്ളൊരു ഹദീസ് സുനൻ തിർമിദിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ബാദിറു ബിൽ അമാലി സബഅൻ, റസൂലുള്ളാഹി പറയുന്നുണ്ട് 7 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പായിട്ട് ആ നന്മയിൽ നിങ്ങൾ അതിനെ മറികടന്ന് ധൃതിപ്പെട്ട് മുന്നേറുക എന്നുള്ളത്. ഈ ഹദീസെല്ലാം വോള്യങ്ങളുടെ വിശദീകരണം ആവശ്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, എല്ലാത്തിനെയും മറപ്പിക്കുന്ന, വിസ്മൃതിയിലാക്കുന്ന ആ ദാരിദ്ര്യം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് മറദൻ മുഫ്സിദ, വിനാശത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആ രോഗം. പല സമയത്തും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, പിന്നീട് ചെയ്യണം എന്നുള്ള ആ ഒരു ധാരണ, ഇപ്പം ഹജ്ജെല്ലാം നീട്ടിവെച്ച് പെട്ടെന്നായിരിക്കും ഒരു ടെർമിനൽ ഇൽനെസ്, എന്തെങ്കിലും ഒരു മാരക രോഗ ഡയഗ്നോസ് ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ആ സമയത്ത് പിന്നീടൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യമുള്ള സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. മൂന്നാമതായിട്ട് നിങ്ങളെ ധിക്കാരികളാക്കി മാറ്റുന്ന സമ്പന്നത, ആ സമ്പത്തിൻ്റെ ആധിക്യം വരുന്ന സമയത്ത് പല കാര്യങ്ങളും, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പല ആളുകളും മറക്കുകയാണ്. നാലാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു വിവേകം നശിപ്പിച്ച് കളയുന്ന ആ വാർദ്ധക്യം നമ്മളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹു നൽകിയ ബുദ്ധിയും വിവേകമെല്ലാം ഉപയോഗിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും ചെയ്യേണ്ടത് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നീട് റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളെ കെട്ടിക്കുന്ന ആ മരണം ഏതെങ്കിലും ഒരു പോയിന്റിലാവും കടന്നു വരുന്നത്. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നീട് ദജ്ജാലിനെ സംബന്ധിച്ചെല്ലാം ഹദീസിൽ പറയുന്നുണ്ട്. അതായത് ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുന്നതല്ലാതെ നിങ്ങൾ പിന്നീട് എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിലും ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മനോഹരമായിട്ടുള്ള ദീനിൻ്റെ മൊത്തം അധ്യാപനങ്ങളുടെ സംക്ഷിപ്തം, ഒരാൾ പ്രോ ആക്റ്റീവ് ആകുക, അതായത് നാളെ കാത്തു നിൽക്കാതെ നാളേക്ക് വേണ്ടി ഇന്നൊരുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലും അള്ളാഹു ചോദിക്കുന്നുണ്ട്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലും പറയുന്നുണ്ട്, വലാ തുകല്ലിം ബി കലാമിൻ തഗ്തദിർ മിൻഹു ഗദൻ, നിങ്ങൾ നാളെ ഖേദിക്കേണ്ടി വരുന്ന, നാളെ മറ്റൊരാളോട് മാപ്പ് ചോദിക്കേണ്ടി വരുന്ന വാക്കുകൾ ഇന്ന് നിങ്ങൾ പറയാതിരിക്കുക. അതെല്ലാം അതേ ആശയമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലും നാളെ ഖിയാമത്താണെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു മരം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നടുക. അതെല്ലാം അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള മുഴുവൻ ഉദാഹരണങ്ങൾ സഹിതം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അവസാനമായിട്ട് ഈ ഒരു ക്വാളിറ്റി അത് മുറുകെ പിടിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് അവർ വിജയികളായിട്ട് മാറുന്നത്. അതാണ് ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അത് മതത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്തും ആ മുന്നൊരുക്കങ്ങൾ നടത്തി അള്ളാഹനെ കണ്ടുമുട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ ഖലീലമ്മാ തഷ്കുറൂൻ, അവർ വളരെ കുറച്ചാണ്, പക്ഷെ അവർ മാത്രമാണ് വിജയികളായിട്ട് മാറുന്നത്. പ്രസിദ്ധമായിട്ടുള്ളൊരു കോട്ടിൽ പറയുന്നുണ്ട് 3 ടൈപ്പ് ഓഫ് ആളുകളാണുള്ളത്. ഒന്നാമതായിട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്ന ആളുകൾ, അവർ ലീഡേഴ്സാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകൾ ആ മറ്റുള്ള കാര്യങ്ങൾ ഈ നടത്തിയ ആളുകൾ ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ യാതൊന്നും ചെയ്യില്ല, അവരിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകൾ. മൂന്നാമത്തെ ആളുകൾ അവിടെ എല്ലാം നടന്നതിന് ശേഷം എന്താണ് ഇവിടെ നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന ആളുകളാണ്. അവരാ നടന്നതേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ആളുകൾ നടത്തുന്ന ആളുകൾ, രണ്ടാമതാ നടക്കുന്നത് നോക്കി നിൽക്കുന്നത്, മൂന്നാമത് നടക്കുന്നത് അറിയാത്ത ആളുകൾ. ഈ രൂപത്തിൽ 3 കാറ്റഗറി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആ 2-3 വിഭാഗക്കാർ, പ്രത്യേകിച്ച് മൂന്നാമത്തെ വിഭാഗം, അവരെല്ലാത്തിനും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിരവധി പ്രതിബന്ധങ്ങളും തടസ്സങ്ങളെല്ലാം അവരുടെ ഫെയിലിയറിന്, അവരുടെ പരാജയത്തിന് ന്യായമായിട്ട് അവർ നിരത്തിക്കൊണ്ടേയിരിക്കും. അതേസമയം ആദ്യത്തെ വിജയികളാകുന്ന ആ ആളുകളെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെല്ലാം അവർ അവസരമായിട്ട് കാണും. അതേസമയം ആ പരാജയപ്പെട്ട ആളുകൾ അവരുടെ മുമ്പിലെത്തുന്ന എല്ലാ അവസരങ്ങളിലും അവർ വെല്ലുവിളികൾ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പരാജയപ്പെടുന്നത്. അള്ളാഹു യഥാർത്ഥ വിജയികളാകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.